ഹല്ലേലൂയ. ഞാനൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന തൻ്റെ വചനം അത് പുറപ്പെട്ടു പോകുന്നതും ചിലതിനെ ഉണ്ടാക്കുന്നതും സൃഷ്ടിക്കുന്നതുമായ ഇഷ്ടമുള്ള കാര്യത്തെ നിവർത്തിക്കുന്ന വചനമെന്ന് പറയുന്നു. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ അവസാനത്തെ പാർട്ടിൽ, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴൽ നിന്നെ മറച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെ ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അത് സൃഷ്ടിപ്പ് നടത്തിയെങ്കിൽ ആ സെയിം വചനം എൻ്റെയും നിങ്ങളുടെയും വായിലാക്കി വെച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്തിനാക്കി വെച്ചിരിക്കുന്നത്? ചിലതിനെ സൃഷ്ടിപ്പാൻ, ചിലതിനെ അനുഗ്രഹിപ്പാൻ, ചിലതിനെ പുറത്തെടുക്കാൻ, ചിലതിനോട് കൽപ്പിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ എൻ്റെയും നിങ്ങളുടെയും വായിലാക്കി വച്ചിരിക്കുന്നത്. അനേകരും പ്രശ്നത്തിൽ കുടുങ്ങിപ്പോകുന്നതിന് കാരണം എന്തെന്നറിയാമോ? നമുക്ക് നോക്കാം. സദൃശ്യവാക്യക്കാരൻ്റെ അടുത്തിട്ട് നമുക്ക് പോകാം. സദൃശ്യവാക്യം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അതിങ്ങനെ പറയുന്നത്, നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിൻ്റെ വായിലെ മൊഴികളാൽ നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? നമ്മുടെ വായിലെ വാക്കുകളാൽ നാം കുടുങ്ങിപ്പോയെന്ന്, നമ്മുടെ വായിലെ മൊഴികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റ കാര്യമുള്ളൂ, നാം ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം വായിലെ വാക്കുകളാൽ കുടുങ്ങിപ്പോയിരിക്കുവാണ്. കാരണം എന്തുവാണ്? ദൈവത്തിൻ്റെ അതോറിറ്റിയുള്ള ജീവനും ചൈതന്യമുള്ള വചനം എൻ്റെ വായിലാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകതയായിരുന്നു സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത്. പക്ഷേ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ഒരേ ഉറവയിൽ നിന്ന് അനുഗ്രഹവും ശാപവും വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഇടത്ത് നിന്ന് ആ ഒരേ വാ കൊണ്ട് നാം അനുഗ്രഹിക്കുകയും അതേ വാ കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കുടുങ്ങിപ്പോകാൻ കാരണമായി പോകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വേറെ ഒരു മനുഷ്യൻ്റെ പ്രശ്നം കൊണ്ടല്ല, വേറെ ഒരാളും എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടുമല്ല ഞാൻ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത്. എൻ്റെ വായിലെ വാക്കുകളാൽ, എൻ്റെയും നിങ്ങളുടെയും വായിലെ വാക്കുകളാൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നതിനിടയായിട്ട് തീരുന്നു. അപ്പോൾ അതിന് എതിരായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ വായിലെ വാക്കുകളാൽ ഞാൻ വിടുവിക്കപ്പെട്ടു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമുക്കതിനെ മാറ്റി പറയാൻ പറ്റും. ഹല്ലേലൂയ. എൻ്റെ വായിലെ വാക്കുകളാൽ. എന്നെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും അങ്ങനെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. വർഷങ്ങളായിട്ട് കുടുക്കിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ലേ? നമ്മുടെ വായെ ഒന്ന് ക്രമീകരിക്കുക. അധരദ്വാരത്തെ അടച്ച് കാക്കുവാനായിട്ട് കർത്താവിനോട് കൃപയ്ക്ക് ചോദിക്കുക. കർത്താവേ, എൻ്റെ അധരദ്വാരത്തെ അടച്ച് എൻ്റെ വാ എപ്പോൾ സംസാരിക്കണമെന്ന് കർത്താവ് എനിക്ക് ബുദ്ധി പറഞ്ഞു തരണമേ. അങ്ങനെ ഞാൻ അങ്ങ് വിളിച്ചിരിക്കുന്ന ദൈവികമായ അനുഗ്രഹത്തിലേക്ക് കടക്കാൻ കർത്താവിനെ സഹായിക്കണമേ. അങ്ങേ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ. എങ്ങനെ പുറത്തു വരാൻ പറ്റും? അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ആകയാൽ മകനെ ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കുക. നിന്നെ തന്നെ വിടുവിക്കുക. എങ്ങനെ വിടുവിക്കാൻ പറ്റും? നാം പറഞ്ഞിരിക്കുന്നതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. ഒരു മനുഷ്യന് വിരോധമായിട്ട് ദോഷം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും മറ്റുള്ളൊരു മനുഷ്യർക്കെതിരായിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് പറയുമ്പം ഒരു കുഴപ്പവും പറ്റത്തില്ല എന്ന്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയുക, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിപ്പീൻ എന്ന് പറയുന്നു. കാരണം ഞാനും നിങ്ങളും ആദ്യം ഒരു കാര്യം ഒരു മനുഷ്യനെതിരായിട്ട് സംസാരിക്കുമ്പോൾ, ഒരു മനുഷ്യനെതിരായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് പറയുമ്പോൾ, അല്ലെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന് ഓഹരിക്കാരനാകുന്നത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം കേൾക്കുന്നത് എൻ്റെ ചെവിയാണ് കേൾക്കുന്നത്.
ആദ്യം അതെൻ്റെ ഹൃദയത്തിലാണ് വീഴുന്നത്. എൻ്റെ ഹൃദയത്തിൽ വീഴുന്നത് 100 മേനി ഫലം കായ്ക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അപ്പസ്തോലൻ നമ്മളെ നോക്കി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ വർഷങ്ങളായിട്ട് വട്ടക്കൊട്ടെ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണോ? പുറത്തു വരാൻ പറ്റുന്നില്ലേ? നിൻ്റെ വായ അടയ്ക്കാൽ മതി. ഇത്രയും കാലം നീ കൊയ്യുന്നത് ശാപവും ദോഷവും നിന്ദയും ദുഃഖവും പരിഹാസവും അപമാനവും ഒക്കെയാണോ? നീ വിതച്ചിരിക്കുന്ന വിത്തൊന്ന് മാറ്റി വിതച്ചാൽ മതി. വിത്ത് മാറ്റി വിതയ്ക്കുക. എങ്ങനെ വിത്ത് മാറ്റി വിതയ്ക്കാം? നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ ഇത്രയും കാലവും ശാപത്തിൻ്റെയും മറ്റുള്ളവരെ ദുഷിക്കുന്നതും ദോഷം പറയുന്നതും മറ്റുള്ളവരെയൊക്കെ എങ്ങനെ കളിയാക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ നടന്നതെങ്കിൽ അതിന് പകരം ഇന്ന് തൊട്ട് യേശുവിൻ്റെ നാമത്തിൽ വായെ നോക്കി പറയുക, കർത്താവ്, ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ വായിൽ നിന്ന് ഒരു മനുഷ്യന് വിരോധമായിട്ടൊന്നും പറയത്തില്ല. ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനായിട്ട് മാറും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ, എൻ്റെ അപ്പനെ അമ്മയെ, എൻ്റെ ദേശക്കാരെ, എൻ്റെ ദേശത്തെ, എൻ്റെ സഭയെ, എൻ്റെ അഭിഷിക്തന്മാരെ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന എല്ലാത്തിനെയും ഞാൻ അനുഗ്രഹിക്കും ഇന്ന് തൊട്ട് യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ നിനക്ക് നിന്നെ തന്നെ വിടുവിക്കാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല കേട്ടോ. എങ്ങനെ സംഭവിക്കും? നീ കുറച്ച് ഹാർഡ് വർക്ക് എടുക്കണം. കാരണം വർഷങ്ങളായിട്ട് വിതച്ചതിൽ നിന്ന് നീ പുറത്ത് വരണമെങ്കിൽ, വർഷങ്ങളായിട്ട് ശപിച്ച് തന്നെത്താനെ പഠിച്ചു പോയി. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഹൃദയത്തിൽ ഒരു ഉറപ്പായി, ഞാനും ഇനി രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷേ ഇന്ന് തൊട്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവ്, ഇന്ന് തൊട്ട് നീ നിൻ്റെ തലയിലോട്ട് തന്നെ കൈവച്ചിട്ട് പറയുക, ഞാൻ ഒരനുഗ്രഹമാണ്, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിത്തീരും. എന്നെ കേൾക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കും, എന്നോട് സംസാരിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കും. ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് പറയുക. എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ പറ്റും? നിൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കരുത്. അതിൻ്റെ 4-ാമത്തെ വാക്യം, നിൻ്റെ കണ്ണിമയ്ക്ക് നിദ്ര കൊടുക്കരുത്. ഉറങ്ങാതെ, നിദ്ര കൊടുക്കാതെ, ഉണർന്നും ജാഗരിച്ചും നിന്നെ തന്നെ വിടുവിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുക. അങ്ങനെ തന്നെയാണ് ബൈബിൾ പറയുന്നത്. നീ ചെന്ന് താണ് വീണ് കൂട്ടുകാരനോട് മുട്ടിച്ച് അപേക്ഷിക്കാമെന്ന്. വിടുതൽ പ്രാപിക്കുക, പുറത്ത് വരിക. കാരണം നീ വിതച്ചിരിക്കുന്നതിൻ്റെ ഫലം നീ കൊയ്തുകൊണ്ടായിരിക്കുന്നത്. ഇനി തൊട്ട് വായിൽ നിന്ന് നന്മയുടെ വാക്കുകൾ മാത്രം പുറത്ത് വരട്ടെ. എങ്ങനെയാണ് വിടുതൽ? ഇപ്പോൾ എങ്ങനെ നിങ്ങളുടെ അവസ്ഥ എന്തോന്നറിയാമോ? നിങ്ങളുടെ അവസ്ഥ എന്തോന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത്? മാൻ നായാട്ടുകാരൻ്റെ കൈപ്പെട്ട പോലെ, പക്ഷി വേട്ടക്കാരൻ്റെ കൈപ്പെട്ട പോലെ. അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അവിടെ ചെന്നാൽ കുടുക്ക്, ഇവിടെ ചെന്നാൽ പ്രശ്നം, അവിടെ ചെന്നാൽ പ്രോബ്ലം, ഇവിടെ ചെന്നാൽ പ്രോബ്ലം. എവിടെ തിരിഞ്ഞാലും പ്രശ്നത്തിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വിടുവിക്കാനായിട്ട് ഞാൻ മാർഗം പറഞ്ഞു തരിക. കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വരെ പറഞ്ഞതിനെ മൊത്തം ക്യാൻസൽ ചെയ്യുക. കർത്താവേ, എൻ്റെ വായിൽ നിന്ന് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയി. ഇപ്പം എൻ്റെ അവസ്ഥ നായാട്ടുകാരൻ്റെ കയ്യിൽപ്പെട്ട പക്ഷിയെ പോലെയാണ്, വേടൻ്റെ കയ്യിൽപ്പെട്ട പക്ഷിയെ പോലെയാണ്, നായാട്ടുകാരൻ്റെ കയ്യിൽപ്പെട്ട മാനിനെ പോലെയാണ്. കർത്താവേ, എനിക്ക് ചലിക്കാൻ പറ്റത്തില്ല. എൻ്റെ കൈകൾ മൊത്തം ബന്ധനത്തിലായിരിക്കുന്നു, എൻ്റെ കാലുകൾ ചലിക്കാൻ പറ്റുന്നില്ല. കർത്താവ് എന്നോട് സഹായിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ. എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എപ്പം വേണമെങ്കിലും ഓടി സഹായിപ്പാൻ കഴിവുള്ള യേശു എന്ന മഹാപുരോഹിതൻ്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. കാരണം അവൻ നമുക്ക് മുന്നേ കടന്നുപോയി, സകല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി. എന്നെയും നിങ്ങളെയും സഹായിപ്പാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. എത്ര പേർ വിശ്വസിക്കുന്നു? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ബുദ്ധി പഠിക്കാനായിട്ട് ഉറുമ്പിനെ നിങ്ങൾക്കും എനിക്കും മുമ്പിലാക്കി വെച്ചിരിക്കുകയാണ്. അതിന് നായകന്മാരൊന്നുമില്ല, അതിനെ സഹായിക്കാൻ ആരുമില്ല. എങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട്, ഒരു മഴക്കാലം വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തീറ്റയും കുടിയുമായിട്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു മഴക്കാലത്തിന് വേണ്ടിയിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, തന്നെ ഒരുക്കിക്കൊണ്ട്, തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അധികം ഹാർഡ് വർക്ക് ചെയ്യുവാണ്. നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിൽ നിങ്ങൾക്ക് പുറത്ത് വരുന്നെങ്കിൽ നിങ്ങളെ തന്നെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. സങ്കീർത്തനം 64 അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കിയാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും. അവരെ കാണുന്നവരൊക്കെയും തല കുലുക്കുന്നു. എങ്ങനെയാണോ നിങ്ങളുടെ അവസ്ഥ? എന്തോ കാര്യം എന്നറിയാമോ? നിങ്ങളെ കാണുന്നവരൊക്കെ നിങ്ങൾക്കെതിരായിട്ട് തിരിയുന്നത്, തല കുലുക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? നിങ്ങളെ നിന്ദിക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ ഒരു മനുഷ്യനെ ഇന്നവരെ അനുഗ്രഹിക്കാൻ പഠിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയെ, സ്വന്തം കുഞ്ഞുങ്ങളെ,
സ്വന്തം സഹോദരങ്ങളെ അനുഗ്രഹിക്കാൻ പഠിച്ചിട്ടില്ല. ഹൃദയം കൊണ്ട് ഇന്ന് തൊട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിന്നെ കാണുന്നവരൊക്കെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയും. സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കുന്നു. ഇന്ന് തൊട്ട് നിൻ്റെ സ്വന്തം നാവ് നിനക്കനുകൂലമായി തീരട്ടെ. സ്വന്തം നാവിനാൽ നീ നിന്നെ തന്നെ അനുഗ്രഹിക്കുക, മുന്നിൽ വരുന്നവരെ അനുഗ്രഹിക്കുക. അങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് പുറത്തു വരിക. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമായി തീരും. എങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് നിങ്ങളെ ഉയർത്തി മാനിക്കും. നിങ്ങൾ ഈ കുഴിയിൽ നിന്ന് പുറത്തു വരും. നിങ്ങളെ കർത്താവ് ഈ കുഴിയിൽ നിന്ന് പുറത്ത് കയറ്റും. വേണ്ടി ഞാൻ പറയട്ടെ, നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. നിൻ്റെ വായിലെ മൊഴികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുക. വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരിക. വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരിക. ഇത്രയും നാളും പറഞ്ഞ സകല ശാപങ്ങളെയും സകല ദോഷങ്ങളെയും ആർക്കൊക്കെ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ, ഓരോന്നൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അവരെ കൈവച്ച് ബ്ലസ് ചെയ്യുക. ആർക്കെതിരായിട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഇന്ന് തൊട്ട് ബ്ലസ് ചെയ്യുക. നിങ്ങൾ ബ്ലസ് ചെയ്താൽ നിങ്ങൾ അതരഫലം സൃഷ്ടിക്കുന്നവരായി മാറും. നിങ്ങളൊരു മനുഷ്യനെ അനുഗ്രഹിച്ചാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ തലമുറകളുള്ളവരായിട്ട് തീരും. നിങ്ങളുടെ വായിലെ വാക്കുകളാൽ കുടുങ്ങിപ്പോകാതെ ഇന്ന് തൊട്ട് കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വായിലെ വാക്കുകളാൽ ഇന്ന് തൊട്ട് ഞാൻ കുടുങ്ങത്തില്ല. കർത്താവേ, അങ്ങെനിക്ക് ശക്തി തരണമേ, അങ്ങനോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വായെ അനുഗ്രഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച അതേ സൃഷ്ടിയിൽ, അതേ അധികാരത്തിൽ, അതേ സ്വഭാവത്തിലാണല്ലോ കർത്താവ് ഞങ്ങളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ ദേശത്തെ നോക്കി അനുഗ്രഹിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നപ്പാ, ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞു പോയതിനെ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒന്ന് ഹൃദയത്തെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞ്, കർത്താവേ, ഇത്രയും നാളും കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയും ദേഷ്യവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്വഭാവത്തിലായി തീരാൻ കർത്താവിനെ സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ സ്വഭാവം ക്രൂശിൽ ഒപ്പക്കിടന്ന കള്ളനോട് പോലും ക്ഷമിച്ചൊരു സ്വഭാവമാണല്ലോ കർത്താവേ. സഹോദരൻ 70 വട്ടം തെറ്റ് ചെയ്താലും പിന്നെയും അവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച യേശുവിൻ്റെ സ്നേഹമാണല്ലോ കർത്താവേ. ആ സ്നേഹം ഇപ്പോൾ കേൾക്കുന്നവരുടെ മേൽ ഒഴുകട്ടെ. ആ സ്നേഹം ഇപ്പോൾ തൊടട്ടെ. ആ സ്നേഹത്താൽ ചില കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ആ സ്നേഹത്താൽ ചില ഫാമിലി റിലേഷൻഷിപ്പ് യേശുവിൻ്റെ നാമത്തിൽ വളരെ ശക്തിയോടെ ഒന്നിക്കട്ടെ. ശത്രുവിൻ്റെ പദ്ധതികൾ പൊളിഞ്ഞു പോകട്ടെ. അനേകർക്ക് ആശ്വാസമായി കുടുംബങ്ങൾ തീരട്ടെ. നാവിനാൽ വരുത്തി വെച്ച സകല ദോഷങ്ങളും മാറിപ്പോകട്ടെ. കർത്താവ് ഞങ്ങൾക്ക് ബുദ്ധി തരണേ. സംസാരിക്കാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങളെപ്പോഴും സംസാരിക്കുന്നവരായിട്ടല്ല, കർത്താവ് സംസാരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. കർത്താവെ, ഞങ്ങളുടെ ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ ഞങ്ങൾ നാവെടുത്ത് സംസാരിപ്പാൻ, ഞങ്ങൾ ചിലരെ നോക്കി ചിലത് വിളിച്ചു പറയാൻ, ഞങ്ങൾ ചിലരെ അനുഗ്രഹിക്കാൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുവാൻ, അതേ കർത്താവേ, ഞങ്ങളുടെ ധ്യാനത്തിങ്കൽ തീ കത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ ഞങ്ങൾ നാവെടുത്ത് സംസാരിക്കട്ടെ. അനാവശ്യമായ സകല സംസാരത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ വിട്ടുപോകട്ടെ. ഞങ്ങൾ മിതമായി സംസാരിക്കുന്നവരായി തീരട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സംസാരിപ്പാൻ തക്കവണ്ണമുള്ള വിവേകവും പരിജ്ഞാനവും കർത്താവ് കൊടുക്കണമേ. കർത്താവ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.